ഹായ് മാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് മോളെ, സുഖമായിരിക്കുന്നു. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാന് ഉമ്മച്ചിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. റെഡി അല്ലേ? ഉമ്മച്ചി റെഡിയാണ് മോളെ. എനിക്ക് ചോദിക്കാനുള്ളത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ടെലിവിഷൻ ബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൽ കുറെ പ്രോഗ്രാംസ് ഉണ്ട്, കുറെ പരിപാടികള്. ഉമ്മച്ചേ, കുറെ പരിപാടികള്. അതില് ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അടുത്ത് തുടങ്ങിയ ഒരു പ്രോഗ്രാമിന്റെ പേര്, അഥവാ ഇപ്പൊ ഞാൻ കുറച്ച് എണ്ണത്തിന്റെ പേര് പറയാം. സീരിയലുകളുണ്ട്, പിന്നെ സ്റ്റാർ സിംഗർ ഉണ്ട്, കോമഡി കുക്സ് ഉണ്ട്, പിന്നെ അധികം പരിപാടികളില്ല അതില്. ഇപ്പൊ പരിപാടികളൊക്കെ വരുന്നുള്ളൂ, അധികം പരിപാടികളില്ല. ബിഗ് ബോസിന് ആളുകളാണ് ഈ കോമഡി കുക്സിൽ വന്നിട്ടുള്ളത്. സ്റ്റാർ സിംഗർ, പാട്ട് ബന്ധമായിട്ട് സീരിയൽസ്, അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പം ഏഷ്യാനെറ്റിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സിനിമകളുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളില് ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം അല്ലെങ്കിൽ പരിപാടി ഏതാണ്? ഉമ്മാക്ക് ഏഷ്യാനെറ്റില് ഇപ്പോ ഇഷ്ടപ്പെട്ടൊരു പരിപാടി ഏതാണെന്ന് വെച്ചാല്, ഇപ്പോ ഏഷ്യാനെറ്റില് ബിഗ് ബോസിലുള്ളവരും പിന്നെ ഈ യൂട്യൂബിലുള്ളവരും സീരിയലിൽ അഭിനയിച്ചിരുന്നവരും പലവരും അതിൽ കിടന്നിട്ട് ഒരു കൊയമറി വെക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഐവർ കളി, കുക്കിംഗ് ഐവർ കളി. അതാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം ഞാൻ കിടന്നുറങ്ങുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം അവിടുത്തെ സാറിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ ചേച്ചി അറക്കി മുളകിട്ട് കൊണ്ടുവന്ന്. പക്ഷേ ചേച്ചിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അറക്കി മുളകിട്ടതിനൊരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അറക്കിയയിൽ തക്കാളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കൂട്ടി അത് ചതച്ചിട്ട് തക്കാളിനെ ഒന്ന് വാട്ടി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയിട്ട് അത്യാവശ്യം നമ്മ മുളകും പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടൊന്ന് വെച്ച് നോക്കിയേ. ആ കുടപ്പുളിയൊക്കെ ഇട്ടിട്ട്, അതാണ് മുളകിട്ട് വെക്കണതിന്റെ ടേസ്റ്റ്. അല്ലാണ്ട് വെറുതെ മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ട് കാച്ചിട്ട് ഇറക്കി വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. സാറ് പറഞ്ഞ സത്യമാണ്. ഞാനൊരു കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ വരുന്നതായിരിക്കും. എനിക്ക് ഡെയിനെ ഭയങ്കര ഇഷ്ടമാണ്. ഡെയിനും മീനാക്ഷി ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു. എനിക്ക് നിങ്ങളെ കാണാണ്ടപ്പോൾ ഭയങ്കര വേദന ഉണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭാവനെ മുടി കടിച്ച് തിന്നരുത്. ദയവ് ചെയ്ത് വല്ല ഡബർ ബാൻഡെങ്കിലും ഇട്ടിട്ട് ബാക്കിലേക്ക് ഇട്. എന്ന് വെച്ചാൽ കുക്കിങ്ങിൻ്റെ ഇത് ടേസ്റ്റും മുടിയും കൂടെ ഒന്നിച്ച് കടിക്കുമ്പോൾ അവരിൽ നിന്ന് മുടി വെട്ട് എന്ന് പറയും. അല്ല, ഭാവനയുടെ മുടിയാണ് വിടുന്നത്. അത് ഭാവന പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മോളെ, ആ പരിപാടിയുടെ പേരെന്താണ് നടക്കുന്നത്? നമ്മളെ കമന്റ് ബോക്സിൽ നോക്കിക്കോട്ടെ അവര്. ഓക്കെ, പരിപാടിയുടെ പേരൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കോമഡി കുക്സ് അല്ലേ പരിപാടി? പിന്നെ നമ്മള് ഡെയിനും മീനാക്ഷിനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മുടെ ട്വിങ്കിളും ഉണ്ടായി. അത് മാത്രല്ല, നമ്മുടെ പ്രവീൺ മച്ചാൻ അഥവാ M4 ഉണ്ടായ സീൻ കുക്കായിരുന്നു. പിന്നെ നമ്മുടെ നെവിൻ ഉണ്ട്, ജിസൈൽ ഉണ്ട്, അശ്വിൻ ഉണ്ട്, അനുമോളുണ്ട്. പിന്നെ എനിക്ക് പേരറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതില് ആന്റിമാരുണ്ട്, ചേച്ചിമാരുണ്ട്, പിന്നെ ചേട്ടന്മാരുണ്ട്. അത് മാത്രല്ല, നമ്മുടെ എവിനും കെവിനും ഉണ്ട്. ഇത്രയും പേരെ എനിക്കറിയാം. അതില് ഭാവന ചേച്ചിനോട് പറയാനുള്ളത് മുടി അടിച്ചു തിന്നരുതെന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ ട്വിങ്കിള് സീൻ ആയിട്ടുള്ളൊരു ആങ്കറാണ്. അതുപോലെ തന്നെ ഡെയിനും മീനാക്ഷി സീൻ തന്നെയാണ്. പിന്നെ ഞാനൊരു കുക്കിംഗ് ലവറാണ്. കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് വീട്ടിലും കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാള്. പക്ഷെ വീട്ടില് ഞാൻ കുക്ക് ചെയ്യല് കുറവാണ് കേട്ടോ. അതെന്താന്ന് ചോദിച്ചാല്, കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ കൂടി ഞാൻ എന്ത് വെച്ചാലും ടേസ്റ്റ് കൂടുന്നോണ്ടാന്ന് തോന്നുന്നു ഞാൻ കുക്ക് ചെയ്യല് കുറവാണ്. എന്റെ കുക്കിങ്ങിനെ കുറിച്ച് ഉമ്മാക്ക് എന്താണ് അഭിപ്രായം? എൻ്റെ മോള് കുക്കിംഗ് ഒക്കെ ചെയ്യും.
പക്ഷേ ഞാൻ ചെയ്യുന്നത് കണ്ട് എൻ്റെ മോള് എല്ലാം മനസ്സിലാക്കി വന്നു നിന്ന് എല്ലാം അവളെ മൈൻഡിൽ പിടിച്ചിട്ട് ഉമ്മച്ചേ ഇന്നതുപോലെയല്ലേ ഇന്ന ചിന്ന എന്ന് വെച്ചാൽ ഒരു വേറൊരുത്തിലും കൊടുക്കേണ്ട കുട്ടിയല്ലേ. അപ്പൊ അതിന്റെ പേരിൽ ഒരാൾ അവളെ സദസ്സിൽ നിന്ന് നീക്കി നിർത്തരുത്. അപ്പൊ ഇപ്പോഴേ തന്നെ ഞാൻ അവളെ കുക്കിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് ബിരിയാണിയുടെ റെസിപ്പി അറിയാ, എന്തെല്ലാം കുക്കിംഗ് ചെയ്യണം, ഇറച്ചി റോസ്റ്റ് ആക്കണോ, എന്തൊക്കെ ചെയ്യണം, അതെല്ലാം നിന്ന് പഠിക്കും. ദയവ് ചെയ്തിട്ട് എന്നെ എൻ്റെ മോളെ നിങ്ങൾ അവിടെ ക്ഷണിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങള് തൃശ്ശൂർ തൃപ്രയാറാണ് ഞങ്ങളെ വീട്. അറിഞ്ഞില്ല എന്ന് വേണ്ട. ഇനി അതും പോരാത്തതിന് വല്ലാത്ത ജാതി ഞങ്ങളൊക്കെ അടുത്തടുത്താണ്. വല്ലാത്ത ജാതി ഞങ്ങളൊപ്പം അങ്ങോട്ട് കയറ്റിക്കോ. അപ്പൊ ഞങ്ങൾ പിന്നെ അക്ബറെ കല്യാണം വിളിച്ചിട്ടില്ല, നീ ഭയങ്കര കൊലച്ചതിയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കണ്ടിരുന്നു, ഫേസ്ബുക്കിലുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിലുണ്ടായിരുന്നു. അക്ബറെ നീ ഏഷ്യാനെറ്റിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഐവർ കളി, നീ അതിലേക്ക് വായോ, നമുക്കെല്ലാവർക്കും അവിടെ വെച്ച് കാണാം പറഞ്ഞുകൊണ്ട് നിനക്ക് അസ്സലാമു അലൈക്കും. ഇനിയിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. സന്തോഷം. അക്ബർഖാനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും ഉമ്മാനെ കല്യാണത്തിന് വിളിച്ചില്ല. വിസ്മയിട്ടോ. നിങ്ങൾക്കൊന്ന് വിളിക്കായിരുന്നു കല്യാണത്തിന്. ഓ നമ്മളൊക്കെ വലിയ ആൾക്കാരല്ലേ. സല്ല അത്രയ്ക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ വല്ലാത്ത ജാതി എന്ന് പറയുമ്പം റിജാസക്ക പൊളിയല്ലേ. അപ്പൊ എന്നാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ, സീ യു.